എൻ്റെ വണ്ടി തള്ളാനായിട്ട് ഒരു തെണ്ടിയുടെ ആവശ്യം എനിക്കില്ല എന്ന് പറയണത് പോലെയാണ് എൻ്റെ മുടി വെട്ടാനായിട്ട് വേറെ ഒരാളുടെ സഹായം ഞാൻ ചോദിക്കാറില്ല. ഞാൻ ബ്യൂട്ടി പാർലറിട്ടും പോയിട്ടൊന്നും മുടി വെട്ടാറുമില്ല. ഞാനിങ്ങനെ എല്ലാ മുടിയും കൂടെ ചീകി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒരു ബണ്ണ് കൊണ്ട് സെക്യൂർ ആക്കിയിട്ട് നെക്സ്റ്റ് ഒരു ബണ്ണ് കൊണ്ട് താഴെയും കൂടെ സെക്യൂർ ആക്കി ബാക്കി താഴെ തൂങ്ങി കിടക്കുന്ന മുടി ഞാൻ അങ്ങനെ കത്രിക വെച്ചിട്ട് വെട്ടിക്കളയാറാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ നല്ല രീതിയിൽ ബാക്കിലോട്ട് ഇടുമ്പം ലെയറായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യുന്നതിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മുടി അത്ര ഒരു സോഫ്റ്റായിട്ട് കിടക്കുന്നതല്ല, ഒരു പാറി കിടക്കുന്ന ഒരു ടെക്സ്ചറുള്ള ഒരു മുടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ വെട്ടി ഇടാനാണ് താല്പര്യമുള്ളത്. സ്ട്രൈറ്റ് ആയിട്ട് വെട്ടുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് ബാക്കിലോട്ടിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ലെയറായിട്ട് കിടക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുള്ളത് ഇങ്ങനെയാണ്. സ്ട്രൈറ്റ് ആയിട്ടും വെട്ടാറുണ്ട്, ചിലപ്പോൾ മൂഡ് പോലെ. ഇപ്പം എനിക്ക് ഇങ്ങനെ വെട്ടാനാണ് ശരിക്കും. ഇത് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ മുടി വെട്ടിയിരുന്നു. അപ്പം വീഡിയോ എടുക്കാമല്ലോ എന്ന് വെട്ടി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മുടി പിന്നെ ഒന്നുകൂടി വെട്ടി. അങ്ങനെയാണ് ശരിക്കും ഉണ്ടായത്. എന്തായാലും എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈല്, ഹെയർ വെട്ടിയത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുകയാണ്. താങ്ക്